ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, വീണ്ടും നമ്മളുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ്. ഇടയ്ക്ക് ഞാനൊന്ന് താഴത്തെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ചായ കോഫി കുടിക്കില്ല. അതൊരു ഫാക്റ്റാണ്. ഞാൻ കുഞ്ഞിലേ തൊട്ട് ചായയും കോഫിയും കുടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ചായയുടെ ടേസ്റ്റ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കുടിക്കുന്ന കാര്യം, എന്നുവെച്ചാൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോഫിയുടെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, കോഫി ഫ്ലേവർ. അതുകൊണ്ട് തന്നെ കോഫി ഐസ്ക്രീം ആണെങ്കിലും കോഫിയുടെ ഡിസേർട്ട്സ് ആണെങ്കിലും പുഡിങ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. കോഫി ലൈക്ക് ഇപ്പോൾ ഫിൽറ്റർ കോഫി ആണെങ്കിലും അത്യാവശ്യം എനിക്കിഷ്ടമാണ്, ചിലപ്പോൾ കുടിച്ചു എന്നിരിക്കും. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നല്ല ഫിൽറ്റർ കോഫി ഇട്ടാണെങ്കിൽ ചിലപ്പോൾ കുടിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ അതെനിക്ക് ഓക്കെയാണ്. എങ്കിലും ഒരു ശീലമായിട്ട് എനിക്ക് ചായ കോഫി ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കോഫി ഫ്ലേവർ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താ അറിയാമോ, ഇത് കോഫി ഓൺ ദ റോക്സ്. ഓൺ ദ റോക്സ് സാധാരണ കേട്ടിട്ടുണ്ടല്ലേ, അത് ഇൻടോക്സിക്കേറ്റിംഗ് കാര്യങ്ങൾ, അതായത് തന്നെയൊക്കെയാണ് ഓൺ ദ റോക്സ് കുടിക്കുന്നത്. ചിലർ വെള്ളമൊന്നും ചേർക്കാതെ ഐസ് മാത്രം ഇട്ടിട്ട് ലിക്കർ കുടിക്കുന്ന രീതിയുണ്ട്, ഓൺ ദ റോക്സ്. പക്ഷെ നമ്മൾ ലിക്കറല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്നത് കോഫി ഓൺ ദ റോക്സ്. അപ്പോൾ കോഫി ഉണ്ടാക്കണം, എന്നിട്ട് അതിനെ റോക്കാക്കാം. എന്താ റോക്ക്? ഐസ് ക്യൂബ്സ് ആക്കി മാറ്റാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു 3 കപ്പ് വെള്ളം, ഇതിപ്പോൾ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്, 3 കപ്സ്. അത് തിളപ്പിക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി വെച്ചിട്ട് നമ്മൾ കോഫി ഉണ്ടാക്കുമ്പോൾ പിന്നെ തിളപ്പിച്ച് ഒരുപാട് അങ്ങനെയൊന്നും ആവശ്യമില്ല. വെള്ളം നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. അപ്പോൾ 2 പാക്കറ്റ് എടുത്ത് വെച്ചിട്ട്, ചെറിയ 2 രൂപയുടെ പാക്കറ്റ്സ് വരില്ലേ, ഇതിപ്പോൾ ബ്രൂ ആണെങ്കിലും കുഴപ്പമില്ല, നെസ്കഫെ ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും നല്ലതാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നെസ്കഫെയാണ്. പക്ഷേ ബ്രൂ ഈക്വലി ഗുഡാണ്. ഇന്ന് തൽക്കാലം ബ്രൂവേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അതിലുണ്ടാക്കാൻ പോണു, അത് ഒരു സൈഡിൽ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കാനായിട്ട് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും അതിനൊരു സമയം എടുക്കും. അപ്പോൾ അത് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിനോടൊപ്പം ഓൺ ദ റോക്സ് പറഞ്ഞാൽ വെറുതെ ഐസ് ക്യൂബ്സ് മാത്രം പോരല്ലോ, അതിനകത്ത് ഒരു കാര്യം കൂടി വേണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു പാൽ മിശ്രിതവും കൂടി നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ 2 കാര്യവും, അതും നല്ല ചിൽഡ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ല, അതും തണുക്കാനായിട്ട് തന്നെ തണുപ്പിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതും നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാം. ഇനി വെള്ളത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി കിടന്ന് തിളയ്ക്കട്ടെ. പഞ്ചസാരയും കൂടി ചേർത്തേക്കാം. എന്തായാലും പഞ്ചസാര പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേരും. അതോടൊപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കുകയും ചെയ്യും. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നു. ഇനി ഇപ്പോൾ തീ ഓഫ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കോഫി 2 പാക്കറ്റ്, അതായത് 2 ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, 2 ടീസ്പൂൺ കോഫി പൗഡർ. 2 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വരെ ആകാം. എന്തായാലും ഞാൻ 2 സാച്ച് എങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ അതെ നോക്കിക്കോളൂ. തീ ഓഫ് ചെയ്യാം. ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ചെടുത്തെ. കോഫി റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് 3 പാക്കറ്റ് വരെ ഇടാം കേട്ടോ. 3 പാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇടാം. 3 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് അതിൻ്റെ കടുപ്പം എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കുറവാണ്. കാര്യം 3 കപ്പ് വെള്ളത്തിൽ ഞാൻ 2 ടീസ്പൂൺ അല്ലേ ഇടുന്നുള്ളൂ. അതായത് 2 പാക്കറ്റ്, 2 രൂപയുടെ പാക്കറ്റ് 2 എണ്ണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കണം. ഇച്ചിരി ഒന്ന് കൂളായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒഴിക്കാം. ഇതൊരു സൈഡിലിരിക്കട്ടെ, തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിക്കാം. ബൈ ദ ടൈം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പാൽ മിശ്രിതം ഉണ്ടാക്കാം. ഇതിപ്പോൾ 1/2 ലിറ്റർ പാൽ. ഈ പാല് കാച്ചി തണുപ്പിച്ച് എടുത്ത പാലാണ്. അതിൻ്റെ കൂടെ ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ് മിൽക്ക്, അതും കൂടി ചേർക്കാം. അര കപ്പ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീമാണ്. ഇത് വിപ്പിംഗ് ക്രീം അല്ല, പ്രത്യേകം നോട്ട് ചെയ്യുക, ഫ്രഷ് ക്രീം. ഇത് നല്ല നെസ്ലെ, അതായത് അമുലിൻ്റെയൊക്കെ നല്ല ഫ്രഷ് ക്രീം കിട്ടും, അതായാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നീൽഗിരീസിൻ്റെ, പിന്നെ എന്താ പറയുക, മിൽക്കി മിസ്റ്റ്, അങ്ങനത്തെ ബ്രാൻഡുകൾക്കും ഉണ്ട്. അതെ, ഒഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചത് ഇളക്കിയിട്ടില്ല ഞാൻ. ഇളക്കുമ്പോൾ താഴോട്ട് വന്ന് കിടക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് താഴെയുണ്ട്. അപ്പോൾ പാലിൻ്റെ കളർ ചെറിയൊരു ക്രീം കളറായിട്ട് മാറും. ഇനി ക്രീമും കൂടി ഒഴിക്കും.
അപ്പോൾ നല്ല റിച്ച് ആയി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം തന്നെ ധാരാളം. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. ഓക്കെ, സോ നൈസ്. ഞാൻ ഇച്ചിരി മധുരം നോക്കിക്കോട്ടെ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം എല്ലാം. ആവശ്യത്തിൽ കൂടുതൽ മധുരമുണ്ട്, ധാരാളം മതിയാവും. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മിൽക്ക് മെയ്ഡോ 1/2 കപ്പ് മിൽക്ക് മെയ്ഡോ ഒഴിച്ചാലും മതി. ഇനി ഇത് ഞാൻ നേരെ പാത്രം അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതും നല്ല താഴത്തെ തട്ടിൽ വെച്ചാൽ മതി, നല്ല ചിൽഡായിട്ടിരിക്കട്ടെ. പിന്നെ നമ്മളുടെ കോഫി തണുക്കാനായിട്ട് ഞാൻ AC-യുടെ താഴെ കൊണ്ട് വെച്ചിരിക്കുക, പെട്ടെന്ന് തണുക്കാൻ. കാര്യം ഇതിനൊന്നും അത്ര സമയം എടുക്കുന്ന കാര്യമല്ലല്ലോ, ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളുടെ കോഫി ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് ഐസ് ക്യൂബ് ആക്കാനായിട്ട് വയ്ക്കാം. കോഫിയൊക്കെ തണുത്തു, ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. കാര്യം ഇതിലേക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിലേ ഇങ്ങനെ എഡ്ജ് ഇച്ചിരി കൂർത്തതാവണ്ടേ. ഇനി ഒഴിക്കാം. കോഫിക്ക് ഇച്ചിരി കൂടെ കടുപ്പം വേണമെങ്കിൽ ആവാം, ഞാൻ പറഞ്ഞല്ലോ 3 ടീസ്പൂൺ ആയിക്കോട്ടെ. ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് അടപ്പുള്ള ട്രേ, ഇതിനകത്ത് കുറച്ച് ബാക്കിയുള്ളത് ഇതിനകത്ത് വയ്ക്കാം. ഫ്രീസറിലേക്ക് മാറ്റാമല്ലോ. ഈ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ചെയ്യാം. കുട്ടികൾക്ക് പറ്റിയ ഒരു എന്താ പറയുക, കുക്കിങ്ങാണ് ഇത്. കുക്കിംഗ് എന്നൊക്കെ പറയാനേ ഉള്ളൂ, അല്ലെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ ആക്ച്വലി. അപ്പോൾ ഇനി ഫ്രീസിങ് ടൈം, അത് ഇച്ചിരി സമയം കിടന്നോട്ടെ. എന്തായാലും ഒരു 4-6 മണിക്കൂറാകുമ്പോൾ അത് ഫ്രീസായി കിട്ടും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലും ഒക്കെ നല്ലതായിട്ട് ചിൽഡായിരിക്കും. പിന്നെ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഇച്ചിരി സ്വീറ്റ് കൂടുതലുള്ള ആളായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ഒഴിച്ചത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 1/2 മുതൽ 3/4 കപ്പ് ഉപയോഗിച്ചാലും മതി. ഓക്കെ, അതുപോലെ കോഫിയുടെ കടുപ്പും 1 ടീസ്പൂൺ കൊണ്ട് കൂട്ടാം. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്, ഞാൻ അടുത്ത സ്റ്റേജ്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് അതിൻ്റെ ഫൈനൽ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നാലല്ലേ ശരിയാവുള്ളൂ. ടൈം സേവിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഐസ് ക്യൂബ്സ് സെറ്റായി കഴിഞ്ഞു. ഐസ് ക്യൂബ്സ്, യെസ്. പിന്നെ ചില്ല് ചെയ്യാൻ വെച്ചിരുന്ന പാലിനെ എടുക്കാം. ഓക്കേ, ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ്. എനിക്കിത് ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ട് ഓവർനൈറ്റിന് വെച്ചില്ല, ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോണേ, ഇനി നമുക്ക് ഇളക്കി എടുക്കാം. എന്നിട്ട് ഇത് കോഫി ഓൺ ദ റോക്സ്. ഐസ് ക്യൂബ്സ് ഇടാം, കോഫി ഐസ് ക്യൂബ്സ്. നമ്മുടെ പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. നല്ല ചിൽഡായിട്ടിരിക്കുന്ന പാൽ മിശ്രിതം. ആഹാ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, കോഫി ഓൺ ദ റോക്സ്. റോക്കായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കോഫി ക്യൂബ്സ്. ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞ് പാലിലേക്ക് വരുമ്പോൾ ഓ മൈ ഗോഡ്, ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇങ്ങനത്തെ ഗ്ലാസ് വേണം നിർബന്ധമൊന്നുമില്ല, ഞാനതൊരു സീൻ ബ്യൂട്ടിക്ക് ഉപയോഗിച്ചോന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ,
എൻ്റെ ദൈവമേ, കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര ഡിലീഷ്യസ്. ആഹാ, കോഫിയുടെ ഫ്ലേവർ ഇങ്ങനെ. ആഹാ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. കോഫി ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടവും. ഞാനൊരു വലിയ കോഫി ലവർ അല്ലെങ്കിലും കോഫി ഫ്ലേവർ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് തണുപ്പിച്ച് ചിൽഡായിട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ. എൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ കോഫി 2 ടീസ്പൂണല്ലേ ഇട്ടു. അത് ഇതുകൊണ്ടാണ് കൂടുതലായിട്ടും. കാര്യം നമുക്ക് നമ്പർ ഓഫ് ക്യൂബ്സ് കൂടുതലിടാം. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൽ ഫ്ലേവർ ഇങ്ങനെ വന്നിട്ട് എത്ര പിന്നെ എന്താ പറയുക കോഫി ഫ്ലേവറാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട്. ഞാനിങ്ങനെ ഡ്രൂൾ ചെയ്യാണ്. ഇത് കുറേ നാൾ മുമ്പ് മാജിക് അവനിൽ കാണിച്ച റെസിപ്പിയാണ്, കോഫി ഓൺ ദ റോക്സ്. അത് എനിക്ക് തോന്നുന്നു 3-4 വർഷം മുമ്പേ ആയിരിക്കണം. മിനിമം 3 years എങ്കിലും ആയിട്ടുണ്ടാവണം, നോട്ട് ലെസ് ദാൻ ദാറ്റ്. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. അന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാകും. അപ്പോൾ ഇതും അതുപോലെയാണ്, ചിൽഡായിട്ട് കഴിക്കുക. അപ്പോൾ ചിൽഡ് മിൽക്ക് ആൻഡ് ചിൽഡ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കണ്ടൻസ് മിൽക്കും ക്രീമും ഒക്കെ ഒഴിച്ചു. അപ്പോൾ നല്ല റിച്ചായിട്ട് വരും. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാരയും പാലും മാത്രമായാലും മതി. പാലിൽ പഞ്ചസാര കലക്കി സെപ്പറേറ്റ് വെച്ചിരിക്കുക, നമ്മൾ കോഫിക്കൊക്കെ ചേർക്കുന്ന പോലെ. ക്രീമും വേണ്ട, മിൽക്ക് മെയ്ഡും വേണ്ട. അല്ലാതെ ഇങ്ങനെ നമ്മുടെ കോഫി റോക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ആ സ്വീറ്റൻഡ് പാലൊഴിച്ചിട്ട് സിപ്പ് ചെയ്യുക, തണുപ്പിച്ചിട്ട്. കോൾഡ് കോഫി കുടിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റാണെന്ന് വെച്ചാൽ അതിൻ്റെ വേറെ ലെവലാണിത്. ആ ടേസ്റ്റും കിട്ടും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കുടിക്കണം. അത് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കരുത്. നമ്മളിപ്പോൾ പുസ്തകം എടുത്തിരിക്കുക, പുസ്തകം വായിക്കാനായിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു സൈഡ് ഇതിങ്ങനെ വെച്ചേക്കാം, ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഐസൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ആ ഒരു കോഫിയുടെ ഫ്ലേവർ ഇങ്ങനെ ആ പാലിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ കുടിച്ച് കംപ്ലീറ്റ് കോഫിയും തീരും. അവസാനം എല്ലാ ഐസ് ക്യൂബ്സും മെൽറ്റായി പാലിൻ്റെ കൂടെ ചേർന്ന് അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഇനി ഇത്രയും ബാക്കിയുണ്ട്. ഇതുപോലെ ഒരു 3 ഗ്ലാസ്സിനും കൂടി ഉണ്ടാവും, 3 or 4 എല്ലാം കൂടി ചേർത്തൊരു എനിക്ക് തോന്നുന്നൊരു 4, 5, 6 പേർക്ക് കഴിക്കാനുള്ള പാലുണ്ട്, പാൽ മിശ്രിതമുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സിന് ഒരു ഗ്ലാസ്സിനും കൂടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചുണ്ടാക്കിയാൽ മതി. ഓക്കെ, കുറച്ച് ഒരു ട്രേയിലും കൂടെ 1-2 ട്രേയും കൂടി നിറച്ച് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ 3 കപ്പ് വെള്ളത്തിൽ ചെയ്തു. വീണ്ടും ഒരു 3 കപ്പ് വെള്ളം പ്ലസ് 2 ടീസ്പൂൺ ഓഫ് കോഫി പൗഡർ ചേർത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കി വെച്ചാൽ മതി. പാലിത് തന്നെ ധാരാളം മതി. ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് റീഫിൽ ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ? എനിക്ക് വലിയ സന്തോഷമായി ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക. കമൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. അതിലൊരു ഹാർട്ടെങ്കിലും തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതെല്ലാം എൻ്റെ സന്തോഷം തന്നെയാണ്. പിന്നെന്താ പറയുക, നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. അതും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ വേണ്ടത്, LN വ്ളോഗ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടുക. അതെല്ലാം ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു കാര്യം മറന്നുപോയി, അതായത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. പിന്നെ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.